വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ് എന്ന ഒരു പഴമൊഴി മലയാളത്തിലുണ്ട്. കതറിട്ടവന്മാരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്നൊരു പഴമൊഴി മലയാളത്തിൽ ഇല്ല എങ്കിലും കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമ്മേളന സ്ഥലത്ത് സദസ്സും വേദിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഓക്കെ, അത് വിട്. സാധാരണ നടക്കുന്ന ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഈ പറഞ്ഞ സദസ്സും വേദിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? പ്രസംഗിക്കാൻ ഉള്ളവർ ഇരിക്കുന്നത്, അതായത് പ്രധാന പരിപാടി നടക്കുന്നത് വേദിയിലായിരിക്കും. വേദിയിലിരിക്കുന്നവർ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. 3-4, മാക്സിമം 5-6 പേര് മാത്രമേ വേദിയിൽ ഉണ്ടാകാറുള്ളൂ. അതേസമയം സദസ്സ് എന്ന് പറയുന്നത് വേദിയിൽ നടക്കുന്ന പ്രസംഗം കേൾക്കാനിരിക്കുന്നവരാണ് സദസ്സിലുള്ളത്. അവർ എണ്ണത്തിൽ വളരെ കൂടുതലായിരിക്കും. വേദിയിൽ പ്രസംഗിക്കുന്നത് സദസ്സിലിരുന്ന് കേൾക്കും, അതാണ് രീതി. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ ഇതേ ചോദ്യം ആവർത്തിക്കപ്പെട്ടാൽ, അതായത് കോൺഗ്രസ് സമ്മേളനങ്ങളിൽ വേദിയും സദസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന ചോദ്യം വരികയാണെങ്കിൽ ബന്ധപ്പെട്ടവർ ഒന്ന് കുഴയും. സമ്മേളന സ്ഥലത്തേക്ക് എത്തുന്നത് പുതിയ ഒരാളാണെങ്കിൽ ഏതാ വേദി ഏതാ സദസ്സ് എന്നറിയാതെ അവരൊന്ന് കുഴങ്ങും. രണ്ട് സ്ഥലത്തും ഏകദേശം തുല്യം ആളുകളായിരിക്കും. ചില സ്ഥലങ്ങളിൽ സദസ്സിനേക്കാൾ കൂടുതൽ ആൾക്കാരുള്ള വേദികൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചില പത്രവാർത്തകൾ നമ്മളോട് പറയുന്നത്. അത്തരത്തിലുള്ള ഏതോ 1-2 വേദികളൊക്കെ ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് തകർന്നു വീണിട്ടുമുണ്ട്. അങ്ങനെ പുതുതായി ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ വേദിയും സദസ്സും തമ്മിൽ മനസ്സിലാക്കാനുള്ള ഒരു വഴിയുണ്ട്. ഈ 2 സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്താണോ ഖദർദാരികൾ കൂടുതലുള്ളത് ആ സ്ഥലമായിരിക്കും വേദി, അതായത് പ്രസംഗിക്കാൻ ഉള്ളവർ ഇരിക്കുന്ന സ്ഥലം. സാധാ വേഷത്തിൽ എത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ പ്രസംഗം കേൾക്കാനെത്തിയവരാണ്. അവരിരിക്കുന്നത് സദസ്സിലായിരിക്കും. ഞാൻ പറഞ്ഞത് ഒരു തമാശയായി ആരും കരുതേണ്ട. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന KPCCയുടെ പുനഃസംഘടന എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് ഒരു പാർട്ടിക്ക് 13 ഉപാധ്യക്ഷന്മാർ, അതായത് വൈസ് പ്രസിഡന്റുമാർ, തീർന്നില്ല, ജനറൽ സെക്രട്ടറിമാരായ 58 പേർ. ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഇവരെല്ലാവരും കൂടി വന്നാൽ ആ പരിപാടി ജനബാഹുല്യം കൊണ്ട് വൻ വിജയമാകുമെന്ന് സാരം. നേരത്തെ 5 വൈസ് പ്രസിഡന്റുമാരും 28 ജനറൽ സെക്രട്ടറിമാരും ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 13-58 എന്ന ക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ 13 വൈസ് പ്രസിഡന്റുമാരുടെയും 58 ജനറൽ സെക്രട്ടറിമാരുടെയും പേരുകൾ വായിച്ചു നോക്കിയാൽ, ഞാനത് വായിക്കുന്നില്ല, കാരണം വായിച്ചാൽ ഈ വീഡിയോയുടെ നീളം ഏകദേശം ഒരു അരമണിക്കൂർ കൂടി വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും പേരുകൾ വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഒരു കാരണവശാലും കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ ഉൾപ്പെടുമെന്ന് പ്രവർത്തകർ വിചാരിക്കാത്ത കുറച്ച് ആളുകൾ ഇതിനുള്ളിൽ കയറി പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പാലോട് രവി. എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ KPCC പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ട് DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ വ്യക്തിയാണ് പാലോട് രവി. ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല, ചെവിക്ക് പിടിച്ച് പുറത്താക്കി എന്നേ പറയാൻ കഴിയൂ. അത്തരത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെ ഈ പുനഃസംഘടനയിൽ വൈസ് പ്രസിഡന്റായി മാറി എന്നുള്ളതാണ് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും കോൺഗ്രസ് MLA ആയി തുടരുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന പുതിയ ചില ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്. ആരും പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടുകണ്ടെങ്കിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പൂന്താനം പാടിയതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പോൾ കാണുന്ന പല വ്യക്തികളെയും കാണാതാകുന്ന സാഹചര്യമായിരിക്കും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളത് വ്യക്തമായി പറഞ്ഞു തരികയാണ് റിപ്പോർട്ടർ TVയിലെ ഡോക്ടർ അരുൺകുമാർ. കേരളത്തിൽ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒന്നും തന്നെ നിലവിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ഗ്രൂപ്പ് പോരുണ്ടാവുന്നൊരു കാലം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അന്ന് കരുണാകരൻ കിങ് മേക്കർ ആവുന്ന കാലം എന്ന് പറയുന്നത് 91-ൽ PV നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കാൻ കരുണാകരൻ കളിച്ച രാഷ്ട്രീയ നീക്കമാണ് ഒരുപക്ഷെ കേരളത്തിൽ നിന്നൊരു നേതാവ് ദേശീയ തലത്തിൽ നടത്തിയ ഏറ്റവും വലിയ ചലനം. അന്നു മുതലാണ് നമ്മൾ ലീഡറിനെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത്. ഒടുവിൽ അതേ PV നരസിംഹറാവു തന്നെ ഈ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി ചാരക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിന് പിന്നിൽ കളിച്ചതാരാണ്? അതിന് പിന്നിൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കരങ്ങളുണ്ടായിരുന്നു. AK ആൻ്റണി അവിടേക്ക് വരുന്നു. അവിടെയാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് പരിചിതമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത് ആ 90കളിലാണ്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ?
അന്ന് കിങ് മേക്കറായിരുന്ന സർവശക്തനായിരുന്ന കെ കരുണാകരൻ്റെ പതനം നമ്മൾ കണ്ടില്ലേ? കിങ് മേക്കറായിരുന്ന കെ കരുണാകരൻ ഒടുവിൽ CPIയുടെ ദയനീയമായി 96 വന്ന് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ? തൃശ്ശൂരിൽ വി രാഘവനോട് ആരാ പരാജയപ്പെടുത്തിയത്? പാർട്ടിക്കുള്ളിൽ ആളുകൾ കാലുവാരി പരാജയപ്പെടുത്തിയതാണ്. ആ പരാജയത്തോടു കൂടി കെ കരുണാകരൻ്റെ രാഷ്ട്രീയ പ്രഭയെല്ലാം മങ്ങിയിട്ടു. പിന്നീട് ഒരിക്കലും ഒരു വലിയ തിരിച്ചുവരൊന്നും ശക്തമായിട്ടുണ്ടായില്ല. പിന്നീട് സെബാസ്റ്റ്യൻ പോളിനെ വിജയിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ അന്ന് എ ഗ്രൂപ്പിനുള്ള വലിയ പ്രഹരമായിരുന്നു എറണാകുളത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ എല്ലാ കാലത്തും അതിശക്തനായ ഒരാൾ നിന്ന ചരിത്രം കേരളത്തിലില്ല. നിങ്ങളൊന്ന് നോക്കിക്കോളൂ, ആരൊക്കെയാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വന്ന പുതിയ ആളുകൾ? പരമ്പരാഗതമായ AI ഗ്രൂപ്പുകൾ പണ്ടേ തന്നെ അത് ശിഥിലമായതാണെന്നാണ് എൻ്റെ പക്ഷം. അതിൽ തന്നെ തിരുത്തൽവാദ ഗ്രൂപ്പ് വരുന്നു. തിരുത്തൽവാദ ഗ്രൂപ്പ് വരുന്നത് എപ്പോഴാണ്? കെ കരുണാകരനോടൊപ്പം നിന്നിരുന്നവർ തന്നെ. കെ മുരളീധരനെയും പത്മജയെയും ഒക്കെ കൊണ്ടുവരാൻ കെ കരുണാകരൻ കാണിക്കുന്ന താല്പര്യത്തിൽ, അതിതാല്പര്യത്തിൽ മനംനൊന്താണ് ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും G കാർത്തികേയനും അടക്കമുള്ളവർ ഒരു തിരുത്തൽവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. പിന്നീട് ആ തിരുത്തൽവാദ ഗ്രൂപ്പിൽ നിന്ന് രമേശ് ചെന്നിത്തലയും തിരിച്ചുപോയി, KC വേണുഗോപാലും ഒക്കെ തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ KC വേണുഗോപാലിനെ രമേശ് ചെന്നിത്തല തൻ്റെ പ്രിയപ്പെട്ടവരായിട്ടല്ലേ സൂക്ഷിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ എത്തിച്ചതിന് പിന്നിൽ രമേശ് ചെന്നിത്തലയുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, സബ്ജക്റ്റ് ടു കറക്ഷൻ, ഈ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനം വരുമ്പോൾ AICCയുടെ ഈ സംഘടനാ ചാർജ് RCക്ക് വേണ്ടി കൂടി പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ RC അത് ഒഴിഞ്ഞ് അത് KC വേണുഗോപാലിന് കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്റ്റ് ടു കറക്ഷനാണ്. കണ്ണൂരിൽ നിന്ന് ഇതേ KC വേണുഗോപാലിനെ ആലപ്പുഴയിലെ തട്ടകത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതും ഇതേ RC ആണ്, രമേശ് ചെന്നിത്തലയാണ്. ആ അർത്ഥത്തിലൊക്കെ RCയുടെ ഗുരുനാഥനാണ്, KCയുടെ ഗുരുനാഥനാണ് RC അഥവാ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്ന് പുതിയ ഒരു തരം സമവാക്യം, അധികാര സമവാക്യം കേരളത്തിലുണ്ട്. കൗതുകമാണ് അതിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. ഞാനതിനെ പറയുന്നത് അതൊരിക്കലും ഒരു സോളിഡ് സ്റ്റേറ്റ് അല്ല, അതൊരു ദ്രവ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് സോളിഡ് ആയിട്ടില്ല. നമ്മൾ ലിക്വിഡ് സ്റ്റേജ് എന്നോ ഒക്കെ പറയുന്നത് പോലെ ഒരു പ്ലാസ്മ അവസ്ഥയിലാണ്. കാര്യം എങ്ങോട്ട് വേണമെങ്കിലും ആരും മാറാം എന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എങ്കിലും ലഭ്യമായ വിവരങ്ങളിൽ ഞാൻ ചിലത് പ്രേക്ഷകരോട് പറയാം. കേരളത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥയെ ഞാൻ വിശേഷിപ്പിക്കുന്നത് RC വേഴ്സസ് KC, പിന്നെ പ്ലസ് ഓർ മൈനസ് VD എന്നുള്ളതാണ്. VDയുടെ കാര്യം എന്ന് പറഞ്ഞാൽ VDക്ക് വ്യക്തിപരമായി അന്നും ഇന്നും സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ താല്പര്യവുമില്ല. ഒരുപക്ഷെ കേരളത്തിൽ സ്വന്തമായിട്ട് ഗ്രൂപ്പ് നയിക്കാനുള്ള ശേഷിയും VD സതീശനില്ല. കാര്യം ഗ്രൂപ്പ് നയിക്കുക, ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് വല്ലാത്തൊരു കെയറിങ് ആവശ്യമായൊരു കാര്യം. അത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നമ്മൾ കെ കരുണാകരനെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കെ കരുണാകരൻ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നടന്നത്? സ്വന്തം കൂട്ടത്തിലുള്ള മനുഷ്യരെ മാത്രമല്ല, അപ്പുറത്തുള്ള ആളെ കൂടി ഈ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ചരടുവലികളും എല്ലാവിധ വ്യക്തിബന്ധങ്ങളും സാമുദായിക ബന്ധങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നയാളാണ്. വളരെ വിദഗ്ധമായിട്ടല്ലേ A ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരെ റാഞ്ചിക്കൊണ്ട് കെ കരുണാകരൻ വരുന്നു. വയലാർ രവിയെ KPCC പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് കെ കരുണാകരൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, അത് വലിയ സംഭവമായി പോയില്ലേ? ഞെട്ടിത്തിരിച്ചു. രായ്ക്ക് രാമായണം വയലാർ രവിയെ ഇപ്പുറത്തെ കളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നത് വലിയ തരത്തിലുള്ളൊരു ചാണക്യ തന്ത്രമാണ്. അതിന് വ്യക്തിപരമായിട്ടുള്ള, അത് വെറും അഭിനയം മാത്രമല്ല കേട്ടോ. ഞാനിപ്പോഴും കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ആദരിക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ ആ ട്രെയ്റ്റ് ഇപ്പോഴും അവശേഷിക്കുന്നൊരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് ഞാൻ പറയും. കാര്യം വ്യക്തിബന്ധങ്ങളിൽ രമേശ് ചെന്നിത്തല പുലർത്തുന്ന ഒരാത്മാർത്ഥതയും സത്യസന്ധതയും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ബാക്കി നേതാക്കൾക്ക് അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ I ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചോദിച്ചാൽ മതി, എങ്ങനെയാണ് രമേശ് ചെന്നിത്തല അവരോട് പെരുമാറുന്നത് എങ്ങനെയാണ് എന്നാലോചിച്ചു. അപ്പോൾ അബിനു വേണ്ടി രമേശ് ചെന്നിത്തല നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അബിൻ രമേശ് ചെന്നിത്തല, ബാക്കി എല്ലാവരും KC വേണുഗോപാൽ പക്ഷത്തേക്ക് പോകുമ്പോഴും ഈ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവർക്ക് പോകാൻ കഴിയാത്തത് അത്ര ആത്മാർത്ഥമായ സൗഹൃദബന്ധം സൂക്ഷിക്കുന്നുണ്ടാണ്. നിരന്തരം അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ, കുടുംബ വിഷയങ്ങളിൽ ഒക്കെ നിരന്തരം ഇടപെട്ട് നിൽക്കുന്ന ഒരു നേതാവിനെ അത് സാധ്യമാവൂ. അങ്ങനെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ സൗന്ദര്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഒറ്റ നോട്ടത്തിൽ പറയും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ തകർത്തുന്നത്. പക്ഷേ കോൺഗ്രസ് ഇതില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് പറയാനായിട്ട്, പ്രവർത്തിക്കാനായിട്ടൊരു പ്രത്യേക നരേറ്റീവോ ഐഡിയോളജിയോ ഒന്നും കോൺഗ്രസിൽ അത്ര ശക്തമല്ല. അതൊരു കേഡർ പാർട്ടിയുമല്ല. അപ്പോൾ ഗ്രൂപ്പ്
ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ട് ഒരു ഇഷ്ടിക പോലെ ഗ്രൂപ്പ് വർക്കുകൾ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ് എന്നുള്ളത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? അപ്പോൾ സ്വന്തമായിട്ട് സൈന്യമില്ലാത്ത ഒരു പടനായകനാണ് വി ഡി സതീശൻ. അതുകൊണ്ട് വി ഡി സതീശൻ തന്നെ സ്വന്തം ഗ്രൂപ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ തന്നോട് അടുത്ത് നിൽക്കുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ RCയുടെ കൂടെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പക്ഷത്താണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കണം. എനിക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ആ ഗ്രൂപ്പിനെ പോറ്റിക്കൊണ്ടു പോകാനോ കഴിയുന്ന ഒരു ശേഷിയില്ലെന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയ സത്യസന്ധത വി ഡി സതീശൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഉള്ളിലുള്ള വ്യക്തികളുമായിട്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പുറത്തുനിന്ന് നമുക്ക് അവരെയൊക്കെ വിമർശിക്കണമെന്നുള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയ സത്യസന്ധത വി ഡി സതീശൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വി ഡി സതീശൻ സ്വയം ഒരു ഗ്രൂപ്പായി മാറിയിട്ടില്ല. വി ഡി സതീശൻ സ്വയം ഒരു സൈന്യത്തെ ഉണ്ടാക്കിയിട്ടുമില്ല. എന്നാൽ വി ഡി സതീശനോട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചേർന്ന് വന്നവരാണ് ഈ ഷാഫി പറമ്പിലാണെങ്കിലും ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ പല നേതാക്കളുമെല്ലാം. പക്ഷേ അവരെല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് ഈ അവസ്ഥ മനസ്സിലാക്കി. വി ഡി സതീശൻ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. അവരവരുടേതായ ഇടങ്ങളിലേക്ക് ചേക്കേറി എന്നതാണ് വാസ്തവം. ഇനി അപ്പോൾ സ്വന്തമായിട്ട് സൈന്യമില്ലാത്ത പടനായകനാണ് വി ഡി സതീശനെങ്കിൽ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല. രമേശ് ചെന്നിത്തല സ്വന്തമായിട്ട് സൈന്യവും സ്വന്തമായിട്ട് നാട്ടുരാജ്യവും സ്വന്തമായിട്ട് സംവിധാനങ്ങളും തന്ത്രങ്ങളുമുള്ള സേനാനായകനാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ACC ഹൈക്കമാൻഡുമായി ചേർന്ന് നിൽക്കുന്ന സർവശക്തനായ KC വേണുഗോപാലിനെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെ നേരിടാനുള്ള ഒരു ശേഷി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. കാരണം ഇതേ രമേശ് ചെന്നിത്തല KC വേണുഗോപാലിനെ ആദ്യത്തെ ഗ്രൂപ്പ് ഘടകത്തിൽ കൊണ്ടുവരുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തിരുത്തൽവാദ ശക്തിയായി K കരുണാകരനെതിരെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് രമേശ് ചെന്നിത്തല, G കാർത്തികേയൻ, KC വേണുഗോപാൽ. അത് കഴിഞ്ഞ് KCയുടെ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതും ഇതേ RC തന്നെയാണെന്നേ. അപ്പോൾ രമേശ് ചെന്നിത്തലയിൽ ആ പറയുന്ന ഒരു മെന്റർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ആ മെന്റർഷിപ്പിന്റെ ഭാഗമായി ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെടുത്തിയത് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തന്നോട് ചോദിക്കാതെ MLA-മാരുടെ പിന്തുണ എത്രയുണ്ട് എന്നതുപോലും ആലോചിക്കാതെ ഹൈക്കമാൻഡ് എടുത്ത നീക്കമാണെന്ന് ഇപ്പോഴും രമേശ് ചെന്നിത്തല വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ രമേശ് ചെന്നിത്തലയുടെ മനസ്സിലുള്ള മുറിവുകളാണ്. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിനെ അപകടപ്പെടുത്തുന്ന ഒരു നിലപാടും നിലവിൽ ഇന്ന് വരെ രമേശ് ചെന്നിത്തല എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ആരൊക്കെയാണ് ഈ പക്ഷങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്? ഇപ്പോൾ KC വേണുഗോപാലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന KC വേണുഗോപാൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാവുന്നത് ആരൊക്കെയാണ്? KC വേണുഗോപാലിനോടൊപ്പം AP അനിൽകുമാർ, KC വേണുഗോപാൽ, AP അനിൽകുമാർ. അത് ഫസ്റ്റ് ഹാൻഡാണ് KC വേണുഗോപാലിൻ്റെ. പിന്നീടുള്ളതാരാ? പഴകുളം മധു. അത് കഴിഞ്ഞാൽ KP ശ്രീകുമാർ. അതായത് ഇങ്ങനെയുള്ള ചില ആളുകളായിരുന്നു ഗ്രൂപ്പ് എന്ന് നമുക്ക് KCയോട് പറയാൻ പറ്റുന്ന തരത്തിൽ അത്രമേൽ ആത്മാർത്ഥമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നേതാക്കൾ. പക്ഷേ ഈ നേതാക്കളുടെ ഇടയിലേക്ക് മറ്റു ചില നേതാക്കൾ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് വന്നത്? AP അനിൽകുമാർ വഴിയാണ് വന്നത്. AP അനിൽകുമാർ വഴി ഷാഫി പറമ്പിൽ KC വേണുഗോപാലിൻ്റെ പാളയത്തിലേക്ക് എത്തി. ഇപ്പോൾ KC വേണുഗോപാൽ, AP അനിൽകുമാർ, KP ശ്രീകുമാർ, കറ്റാനം ഷാജി, എനിക്ക് തോന്നുന്നു ഷാജി അടക്കമുള്ളവരുണ്ട്, നിയാസ്, നസീർ, എനിക്ക് തോന്നുന്നു ഷാനിമോൾ ഉസ്മാൻ അടക്കം വേണുഗോപാൽ ക്യാമ്പിലേക്ക് സാവധാനം മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിന്ദു കൃഷ്ണ KCയിലെ പക്ഷത്തേക്ക് മാറിയെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനിൽ ബോസ്, അതേപോലെ ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ KCയുടെ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കൾ എന്ന് പറയുന്നത്. ഇവരോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ നേതാക്കളെ പൂർണ്ണമായിട്ടും OJ ജനീഷ്, അതേപോലെ ബിനു ചുള്ളിയിൽ, യൂത്ത് ജബി മെത്തർ മഹിളാ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അപ്പം ജബി മെത്തറിനോടൊപ്പം നിൽക്കുന്ന പാതിയോളം വരുന്ന മഹിളാ കോൺഗ്രസിൻ്റെ സംഘടനയും KC വേണുഗോപാലിനോടൊപ്പമാണ്. KSU യൂത്ത് കോൺഗ്രസിനോടൊപ്പം തന്നെ KSUവിനെയും ഈ പറയുന്ന KC വേണുഗോപാലിനെ പക്ഷത്ത് നിർത്തിയിരിക്കുന്നു. അപ്പോൾ സൈന്യത്തെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് KC വേണുഗോപാൽ. തൻ്റെ ഗ്രൂപ്പിലേക്ക് പുതിയ ആളുകളെ KC വേണുഗോപാൽ അധികാരത്തിൻ്റെ ശക്തി കൊണ്ട് ആകർഷിക്കുന്നുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ഓർമ്മിക്കണം, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ആ ഗ്രൂപ്പിനെ കൃത്യമായി കൊണ്ടു നടക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരുപാട് പേരൊന്നും KC വേണുഗോപാലിലേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു രാഷ്ട്രീയ സമവാക്യം എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യം, K സുധാകരനോടൊപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, കണ്ണൂർ ലോബി. അവരിപ്പോൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? KCയുടെ പക്ഷത്തേക്കാണോ? അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയുമായിട്ട് K സുധാകരൻ പക്ഷം അടുക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ K സുധാകര പക്ഷം അടുക്കുന്നു. ഗ്രൂപ്പിലെ ഇന്നിപ്പോൾ ചാണ്ടിയുമ്മൻ്റെ പ്രതികരണം വളരെ വ്യക്തമായിട്ടല്ലേ ചാണ്ടിയുമ്മൻ പറഞ്ഞത്? തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എൻ്റെ അപ്പയുടെ ഓർമ്മ ദിനമാണ്. എന്നോടൊരു വാക്ക് ചോദിക്കാതെയാണ്. ചിലത് പറയാനുണ്ട്, ഞാൻ പറയാം എന്നാണ് പറയുന്നത്. അഭിന് യോഗ്യതയുള്ള ആളായിരുന്നു, ഒരു സ്വാഭാവിക നീതിയുടെ ലംഘനമുണ്ട് എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അബിൻ വർക്കിയുടെ കാര്യം. അപ്പോൾ അത് ചാണ്ടിയുമ്മൻ പറയാമെന്നാണ് പറയുന്നത്. ചാണ്ടിയുമ്മൻ അടക്കം രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പിന്നീടുള്ളതാരാ? ഇപ്പോൾ ലിജുവിനെ പോലെ അല്ലെങ്കിൽ PC വിശ്വനാഥനെ പോലെയുള്ളവർ, അതേപോലെ ബെന്നി ബെഹനാനെ പോലെയുള്ളവർ. ബെന്നി ബെഹനാൻ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കെല്ലാം ഈ KC വേണുഗോപാലിനോടുള്ള ഒരു അകൽച്ച ഒരു ഭാഗത്തുണ്ടെങ്കിലും അത് ദേശീയ രാഷ്ട്രീയത്തിലുള്ള നേതൃത്വമായതുകൊണ്ടും അത് വളരെ വ്യക്തമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതേ ബെന്നി ബെഹനാനും
ഇതേ കൊടിക്കുന്നിൽ സുരേഷും എം ഹസനും അടക്കമുള്ള ഒരു നിരയുണ്ടല്ലോ കേരളത്തിലെ ഇപ്പോഴുമുള്ള പഴയ കോൺഗ്രസ് പാരമ്പര്യം പിന്തുടരുന്ന നേതാക്കൾ, അവരൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് പോകണം. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, രമേശ് ചെന്നിത്തലയോടല്ലാതെ മറ്റാരോടാണ് കേരളത്തിൽ രാഷ്ട്രീയം സംസാരിക്കാൻ ഇപ്പോൾ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കി, ആരോടാ പറ്റുക? ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമേ അത് അഡ്രസ് ചെയ്യാൻ പറ്റൂ. സമുദായങ്ങളുമായിട്ടുള്ള അടുത്തുള്ള ബന്ധം രമേശ് ചെന്നിത്തലയ്ക്കാണ്. കെ സി വേണുഗോപാൽ അത്രയുണ്ടോ? എല്ലാ സമുദായങ്ങളുമായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കുള്ള ബന്ധം, NSSന്റെ പരിപാടിക്ക് പോകുന്നു, SNDPയുടെ പരിപാടിക്ക് പോകുന്നു, സഭയുടെ പരിപാടിക്ക് പോകുന്നു, ലീഗുമായിട്ടുള്ള അടുത്ത ബന്ധം, ഇതെല്ലാം സൂക്ഷിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോഴും ആക്റ്റീവായി ഓൺ ഗ്രൗണ്ടിൽ രമേശ് ചെന്നിത്തലയുണ്ട്. ഇപ്പോൾ ഈ സമവാക്യങ്ങളുടെയും പടയൊരുക്കത്തിൻ്റെയും അന്തിമ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിരന്തരമായ അവഗണനകളിലൂടെ, നിരന്തരമായ ഒഴിവാക്കലുകളിലൂടെ രമേശ് ചെന്നിത്തല എന്ന ഒരു സേനാനായകന് കൂടുതൽ കരുത്തുണ്ടാവുന്നു, കൂടുതൽ വലിയ സൈന്യം ഉണ്ടാവുന്നു. നമ്മൾ 2021 കണ്ടതല്ല ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നിട്ടും അദ്ദേഹം സജീവമായിരുന്നു, വിസിബിൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യം ഇപ്പോൾ വലുതാകുന്നു, അദ്ദേഹം കരുത്താർജിക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മത്സരിച്ചേക്കാം ആലപ്പുഴയിൽ. അവിടെ നിന്ന് അനിതാ ബാബു ആലപ്പുഴയിലേക്ക് ലോക്സഭയിലേക്ക് പോയേക്കാം. അതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്ന സാധ്യതകളാണ്. പക്ഷേ നിലവിലുള്ള സമവാക്യങ്ങൾ കേരളത്തിൽ KC വേഴ്സസ് RC എന്ന തരത്തിലേക്ക് ഒരു ബലാബലമായി മാറുന്നു. ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. VD സതീശൻ ഇതിന് ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും പുറത്തു തന്നെ നിൽക്കുന്നു. ഏത് ഗ്രൂപ്പ് അധികാരത്തിലേക്ക് വന്നാലും VD സതീശൻ്റെ നിലപാട് ആ ഘട്ടത്തിൽ മാത്രം അതിനെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കാലത്തും പടയൊരുക്കമുണ്ട്. പടയൊരുക്കമില്ലെങ്കിൽ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നല്ല.